കച്ചവടക്കാരന്റെ കച്ചവടവും ഇല്ല അല്ലെ, കാണലില്ലേ? എന്തേ കച്ചവടം ഇല്ലാത്തത്? അത് നമുക്ക് പ്രതീക്ഷ മാത്രമാണ് തരുന്നവൻ അല്ലാഹുവാണ്. നമ്മളെ കഴിവ് കൊണ്ട് ഒരു കച്ചവടവും ചെയ്യാൻ കഴിയില്ല, നമ്മളെ കഴിവ് കൊണ്ടൊന്നും നേടിയെടുക്കാൻ കഴിയൂല, നമ്മളെ കഴിവ് കൊണ്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല. കൊടുക്കുന്ന റബ്ബാൻ. പ്രതീക്ഷകളെ നമ്മളെ കയ്യിലുള്ളൂ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, അതേ ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞൊരാള്, അയാള് ഒരു മനുഷ്യനല്ല 10 ആളെ കൊന്നു കളഞ്ഞു. എന്താ ശിക്ഷ കൊടുക്കാൻ? മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്താണ്? 10 ആളെ കൊന്നവനും ഒരാളെ കൊന്നവനും കൊടുക്കാനുള്ള മാക്സിമം ശിക്ഷ അയാളെ കൊല്ലുക എന്നുള്ളതാണ് അല്ലെ. അയാളെ കൊല്ലുക എന്നുള്ളതിന്റെ അപ്പുറത്തൊരു ശിക്ഷ കൊടുക്കാൻ കഴിയോ? ഇല്ല. 10 ആളെ കൊന്നവനും 100 ആളെ കൊന്നവനും 1000 ആളെ കൊന്നവനും എല്ലാവർക്കും ശിക്ഷ ഒന്ന് തന്നെ. മാക്സിമം കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ മരണം വരെ. മരണത്തിന്റെ അപ്പുറത്തൊരു ശിക്ഷയില്ല. ശരിയായ നിലക്കുള്ള നീതിയാണോ ഇത്? അതേ, ഒരാളെ കൊന്നവൻ ചോദിക്കാണോ, 100 ആളെ കൊന്നിട്ടില്ലേ, എന്നെ എന്തിനാണ് നിങ്ങൾ 100 ആളെ കൊന്നതിന്റെ പേരിൽ കൊല്ലുന്നത്? 100 ആളെ കൊന്നവനെ കൊല്ലുമ്പോൾ എന്നെ ഒരു വട്ടം മാത്രല്ലേ അതേ നിങ്ങൾ അയാളെയും കൊന്നിട്ടുള്ളൂ, എന്നെ ഒരു ആളെ കൊന്നതിന്റെ പേരിൽ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ചോദിച്ചാൽ ന്യായമാണോ? അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ പരിപൂർണമായ നിലക്ക് നീതി എന്ന നിലക്ക് ശിക്ഷ കൊടുക്കാൻ ഭൂമി ലോകത്ത് സാധ്യമല്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭൂമി ലോകത്ത് ഒരാൾക്ക് നീതിയുക്തമായ നിലക്ക് പരിപൂർണമായ നിലക്ക് ഒരാൾക്ക് സവാബ് കൊടുക്കാൻ കഴിയോ? ഒരു നിലക്ക് പൂർണ്ണമായ നിലക്ക് അയാൾക്ക് സമ്മാനം കൊടുക്കാൻ കഴിയോ? ഇല്ല. എല്ലാ നിലക്കും തികഞ്ഞു എന്ന നിലക്ക് സമ്മാനവും കൊടുക്കാൻ കഴിയില്ല. നീതിയുടെ ലോകം എന്ന് പറയുന്നത് ഇതല്ല. ശരിയായൊരു ജീവിതം വരാനുണ്ട്. അത് തന്നെ തെളിവാണ്. പിൽക്കാലത്തൊരു ജീവിതം വരാനുണ്ട്. ഇതല്ല ശരിയായ ജീവിതം എന്ന് പറയുന്നത്. അതെപ്പോഴാണ്? മരണത്തിന്റെ ശേഷമാണ്. ആ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണ്? അറ്റമില്ലാത്ത ജീവിതമാണല്ലോ, പരിധിയില്ലാത്ത ജീവിതമാണല്ലോ, അവസാനം പറയാനില്ലാത്ത ജീവിതമാണല്ലോ. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്നേക്കുമായി അവശേഷിക്കുന്ന ലോകം, തീരാത്ത ലോകം, പരിസമാപ്തിയില്ലാത്ത ലോകം. അപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ്, മൊയ്ലിയാരെ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, മരിച്ചിട്ട് അങ്ങനെ ഒരു ആഖിറം ഇല്ലെങ്കിലോ? ഭൂമിയിലും മര്യാദയ്ക്ക് ജീവിതമില്ല, ആഖിറത്തിലും മര്യാദയ്ക്ക് ജീവിതമില്ല. ഇങ്ങനെയല്ലേ ഒരു മോമിനായ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്? അവൻ നരകമല്ലേ അയാളെ ദുനിയാവ്? അല്ല. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയാണ്, മോനെ, യഥാർത്ഥത്തിൽ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന മുഅ്മിൻ അവനല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്ക്, മരണത്തിന്റെ ശേഷം ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാള്, അയാള് മരിച്ചിട്ട് ഖബറിലെത്തി നോക്കുമ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഖബറിലെത്തി നോക്കുമ്പോൾ പാരത്രിക ലോകമുണ്ട് എന്നാണ് മനസ്സിലായത്. അയാൾക്ക് ഖബറിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഖബറിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയൂല. ഖബറിൽ നിന്ന് ശിക്ഷ സ്വീകരിക്കലേ കഴിയൂ. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതേ സ്ഥാനത്ത് ഖബറിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് അയാൾക്ക് ആഖിറമുണ്ടെങ്കിലോ അയാളെ ബഹുമാനം എത്രയാ! എന്താണ് ഈ ആഖിറം കിട്ടാൻ അയാൾ ചെയ്യേണ്ടത്? മറ്റൊരാളെ ഭാര്യനെ പിടിക്കരുത്, മറ്റൊരുത്തന്റെ ഭാര്യനെ നോക്കരുത്, മറ്റൊരുത്തന്റെ ഭാര്യനെ നോക്കി രസിക്കരുത്, അവളോട് കിന്നാരം പറയരുത്, അവളോട് സംസാരിച്ച് സമയം കളയരുത്. അല്ലേ ഇസ്ലാം? മറ്റുള്ളവന്റെ കട്ടെടുക്കരുത്, മറ്റുള്ളവനെ വഞ്ചിക്കരുത്, ഗീബത്ത് പറയരുത്, ഒരാളെയും നിസാരപ്പെടുത്തരുത്, ഒരാളെയും കുറ്റപ്പെടുത്തരുത്, മറ്റുള്ളവന്റെ ഏതൊരാളും അപഹരിച്ചെടുക്കരുത്, എല്ലാവരോടും നല്ലത് മാത്രം പറയണം. എല്ലാരോടും നല്ലത് മാത്രം സംസാരിക്കണം, ആവശ്യമില്ലാത്തത് പറയരുത്, ഒരാളെയും ചീത്ത വിളിക്കരുത്, ഒരാളെയും ഇകഴ്ത്തരുത്, മറ്റു മതക്കാരന്റെ ആചാരങ്ങളെ പോലും തെറി വിളിക്കരുത്, കുറ്റപ്പെടുത്തരുത്. എന്തൊരു സുന്ദരമായ മതമാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്. എന്ന് പറഞ്ഞാൽ ശരിയായ മനുഷ്യനായി ജീവിക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ ചുരുക്കം. നിങ്ങൾ
ആലോചിച്ച് നോക്ക്, ഇങ്ങനൊരു നിയമമില്ലായിരുന്നെങ്കിൽ ഭൂമി ലോകത്തിന്റെ അവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ നിയമങ്ങളല്ലേ യഥാർത്ഥത്തിൽ പലപ്പോഴും പല മുഅ്മിനീങ്ങളെയും ഹറാമിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്, ആവശ്യമില്ലാത്തതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്, മുഅ്മിനീങ്ങളെ പല തിന്മകളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് എന്താണ്? വെറും പോലീസുകാരന്റെ ശിക്ഷ മാത്രമാണോ? അല്ല. ഞാൻ നേരത്തെ ചോദിച്ചത് ഭൂമി ലോകത്ത് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ എന്താണ്? അതെ, ഒരാളെ കൊന്നവനും 100 ആളെ കൊന്നവനും 1000 ആളെ കൊന്നവനും ഒരൊറ്റ ശിക്ഷയാണ്. ആലോചിച്ച് നോക്കൂ, ഒരാളെ കൊന്നിട്ട് ഒരാൾ വരികയാണ്, എന്തായാലും ശിക്ഷ കിട്ടും. എന്താ ശിക്ഷ കിട്ടുക? കൊന്നുകളയും. എന്നാ പിന്നെ എനിക്ക് ലൈസൻസ് ആയില്ലേ? എന്തായാലും കൊന്നുകളയൂന്നുള്ള ശിക്ഷയാണ്. അപ്പൊ പിന്നെ എനിക്ക് എന്താണ് വഴി? ഏതായാലും കൊല്ലപ്പെടാൻ പോവാണ്, എനിക്ക് കണ്ണ് കാണുന്നതിനൊക്കെ തട്ടിക്കളയണം എന്നൊരു ചിന്ത ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകും. കാരണം നീതിയുക്തമായ ശിക്ഷ കൊടുക്കാൻ പറ്റിയ ലോകമല്ല ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് പാരത്രിക ലോകമോ, അവിടെ എന്നും ശിക്ഷയാണെങ്കിൽ ശിക്ഷയാണ്. വിശ്വാസിക്ക് റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും ശിക്ഷ തന്നെയാണ്, അറ്റമില്ലാത്ത നിലക്കുള്ള ശിക്ഷയാണ്. അല്ലാ, നിന്റെ ശിക്ഷ ഒരു സെക്കൻഡ് പോലും താങ്ങാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ നിന്റെ പാവപ്പെട്ട പറയാണ്. ഖബറിലെത്തിയിട്ട് അഥവാ ശിക്ഷയില്ലെന്ന് പറഞ്ഞാൽ, ആഖിറമില്ലെന്ന് പറഞ്ഞാൽ, അയാളെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് പറയാനുണ്ടാകുമോ? ഇല്ല. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായി ജീവിച്ച മനുഷ്യനാണോ അവൻ? പരിപൂർണ മനുഷ്യനാണ്. ഒരാൾക്കും അയാളെ പറ്റി കംപ്ലൈന്റ് പറയാനില്ല. ഒരാൾക്കും അയാളെ പറ്റി അതാ എന്തെങ്കിലും കുറ്റവും കുറവും പറയാനില്ല. നിങ്ങൾ ആലോചിച്ചു, ഒരു മുഅ്മിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അവൻ അധ്വാനിച്ച് പണം ഉണ്ടാക്കി, അല്ലെ? അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ട് അവൻ എന്താ പറയല്? എന്റെ പവറാണ്, എനിക്കാണ് സർവ്വസ്തുതി എന്നാണോ? അല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവാണ് സർവ്വസ്തുതിയും. ഇത് പറഞ്ഞു പഠിച്ചൊരു മുഅ്മിനാണോ അവന്റെ മനസ്സിൽ കിബർ ഉണ്ടാകൂല, ഞാനൊരു ഭയങ്കരനാണ് എന്നുള്ള ചിന്ത ഉണ്ടാകൂല. എന്റെ നാട്ടില് കുറെ ആളുകളുടെ ഒന്നിനും പറ്റാത്ത, ഒരു കാശ് ഉണ്ടാക്കാൻ കഴിയാത്ത കുറെ എണ്ണം ജീവിക്കുന്നുണ്ട് എന്റെ നാട്ടിൽ എന്ന ചിന്തയുണ്ടാകൂല. മുഅ്മിനാണോ എന്റെ റബ്ബ് എനിക്കാണ് തന്നതിൽ യബ്ലുവനി അഷ്കുറു അം അക്ഫുറു, എനിക്കുള്ള പരീക്ഷയാണ്. ഞാൻ എന്റെ റബ്ബിന് നന്ദിയാണോ നന്ദികേടാണോ ചെയ്യുന്നത്? ഇവിടെയുള്ള പാവങ്ങളെ എന്റെ കണ്ണിൽ പെടുന്നുണ്ടോ? ഇവിടെ പ്രയാസം അനുഭവിക്കുന്നവനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ ആവശ്യമുള്ളത് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ടോ? ആവശ്യമുള്ളതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഞാൻ സാന്ത്വന പ്രവർത്തനങ്ങളിൽ കൂറുകേടുന്നുണ്ടോ? അല്ല, കടകളിൽ മാത്രമാണോ ഞാൻ കൂറുകൂടുന്നത്? ഇങ്ങനെയുള്ള ചിന്താഗതിയല്ലേ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചിന്താഗതി എന്ന് പറയുന്നത്. അവനെ കൊണ്ട് ഇവിടെ വികസനമല്ലാതെ മറ്റൊന്ന് പറയാനില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ പോലെ ഡൊണേഷൻ കൊടുക്കാൻ മനസ്സുള്ള ഏതെങ്കിലും ഒരു വിശ്വാസികളെ കാണിച്ചു തരുമോ നിങ്ങൾ? എന്തൊരു മനസ്സാണ്! ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ചില അറബികളായ ചില ആളുകൾ കാണുമ്പോ ചിലപ്പോ ചോദിക്കും, നിങ്ങളെ നാട്ടിൽ ചെറിയ പൈസക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയോ? 50,000 ഉറുപ്പികണ്ട്, 50,000 ദിർഹംസ് ഉണ്ട്, 10 ലക്ഷം ഉറുപ്പികണ്ട്, എനിക്കായിട്ടൊരു പള്ളി ഉണ്ടാക്കി തരുമോ? എനിക്കൊന്ന് സ്വർഗം നേടാനാ. മൻബനാ മസ്ജിദല്ലില്ലാ, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതുൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലെ പള്ളി നൽകപ്പെടാൻ അത് കാരണമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ തേക്കിന്റെ വാതിലാക്കി മദീനത്തെ പള്ളിയിൽ ഏറ്റവും നല്ല മുന്തിയ ഡോർ പിടിപ്പിച്ചു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതേ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ പള്ളിക്ക് കൊണ്ടുപോയി നല്ല പ്രൗഢിയുള്ള ഡോറും പ്രൗഢിയുള്ള ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു. ചോദിച്ചു, പള്ളിക്കാണോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നിങ്ങൾ മോടി കൂട്ടുന്നത്? എന്താ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്റെ മറുപടി എന്നറിയോ? ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ സ്വഹാബ, ഇതിവിടെ നിർമ്മിക്കുന്നത് അള്ളാന്റെ വീടാണല്ലോ. നല്ല കൊശുവില് നല്ല ഭംഗിയിലൊരു വീടുണ്ടാക്കിയാൽ അതുപോലൊരു വീടല്ലെങ്കിൽ അതിനേക്കാളുപരി റബ്ബിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടാൻ അത് കാരണമാണല്ലോ അല്ലാഹ്. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു ഈമാനുള്ള മുഅ്മിന് ധർമ്മം ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ, അത് ലോകത്ത് ഏതെങ്കിലും വിശ്വാസിക്ക് കിട്ടാനുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ പറയുന്ന എത്തിസ്റ്റുകൾ ഉണ്ടല്ലോ, ഫെമിനിസ്റ്റുകൾ ഉണ്ടല്ലോ, അതുപോലെയുള്ള കുറെ ഇസ്റ്റുകൾ ഉണ്ടല്ലോ ഇപ്പൊ ജീവിക്കുന്നവർ, അവരെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാ കിട്ടാനുള്ളത്? സമൂഹത്തിന് എന്ത് ഗുണം കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്? അവര് ചിന്തിക്കുന്നത്
എന്നെ കാണുന്നവളെ കൂടെ പോകണമെന്നാണ്. അമേരിക്കക്കാരന്റെ ചിന്താഗതി വരണമെന്നാണ്. കല്യാണം വേണമെന്നില്ല, ഫ്രണ്ട്സ് മതി എന്നാണ്. ഫാമിലി ഫ്രണ്ടായി സ്വീകരിച്ചിട്ട് മക്കളാകണമെന്നാണ്. അച്ഛനേത് സമയത്തും തടിയൂരാനുള്ള അവസ്ഥ ഉണ്ടാകണമെന്നാണ്. ഇതാണ് അവർ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇക്വാലിറ്റി കൊണ്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയാ ലോകത്ത് പലയിടങ്ങളിലും കാണാനുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മുഅ്മിനീങ്ങളായ ജനങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ആത്മഹത്യ എത്രയുണ്ട്? ഒരു ഈമാനുള്ള മുഅ്മിൻ എത്രത്തോളം ആത്മഹത്യ ചെയ്യാൻ കഴിയും? റബ്ബ് നമ്മളെയും ഇഷ്ടപ്പെടുന്നവരെയും കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യയെ കർശനമായി വിരോധിച്ചു. എന്തുകൊണ്ടാണ്? ആത്മഹത്യക്ക് പ്രോത്സാഹനം നൽകിയില്ല എന്നല്ല, തടിയെടുത്ത് എങ്ങനെയെങ്കിലും ജീവൻ ഒടുക്കിയിട്ട് സ്വർഗം നേടിക്കോ എന്ന് പറഞ്ഞ മതമല്ല ഇസ്ലാം. മറിച്ചോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്ര നല്ല കാഴ്ചപ്പാടാണ്. എത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട, തകരാറ് പിടിച്ച രംഗത്തേക്ക് നീ എത്തിപ്പോയാലും മോനെ നീ ഭയപ്പെടേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നീ നിരാശനാകുന്നവനാകരുത്. എന്ത് തന്നെ സംഭവിച്ചു പോയെങ്കിലും മോനെ നിനക്ക് മടങ്ങാനുള്ള അവസരമുണ്ട്. ചിലർ ഇസ്ലാമിനെ കളിയാക്കാണ്. എന്തും പറഞ്ഞിട്ടാ കളിയാക്കുന്നത് എന്നറിയോ? എന്തെങ്കിലും തെറ്റ് ചെയ്താ പിന്നെ പടച്ചോനോട് പോയങ്ങ് ദ്വാരുന്നിട്ട് കരഞ്ഞാ മതി, എന്നാ പടച്ചോനങ്ങ് പുറത്തു കൊടുക്കും. അപ്പൊ ഇസ്ലാമിൽ എന്ത് തോന്നിവാസവും പറ്റൂന്നാണ്. അങ്ങനെ തോന്നിവാസം ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്ന് മാത്രല്ല, അത്തരം തോന്നിവാസം ചെയ്യുന്നവന് ശിക്ഷ കൂടുതലാണ്, പറയേണ്ടതില്ലല്ലോ. ധിക്കാരം എന്ന നിലക്ക് ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തു പോകുന്ന ചില മേഖലകളുണ്ട്. അതേ നിസ്കാരത്തിന് ഒരാൾ നിഷേധിക്കുന്ന രൂപത്തിൽ ധിക്കാരകരമായി ഒരാൾ നിഷേധിച്ച് പറഞ്ഞാൽ അവൻ ഈമാനിന്റെ കണ്ണിൽ നിന്ന് തന്നെ പുറത്താണ്. അതുപോലെ ചില തിന്മകളെ അവൻ അതാ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ കൊണ്ടുപോയി അതേ സമൂഹത്തിനിടയിൽ താറടിക്കുക എന്ന നീയത്തിലാണ് അവൻ ചെയ്യുന്ന തോന്നിവാസമെങ്കിൽ അവന്റെ വിശ്വാസത്തിന്റെ കണ്ണിൽ നിന്ന് തന്നെ ചിലപ്പോൾ അത് പുറത്തു പോകാൻ കാരണമാവുകയാണ്. ഇസ്ലാം തെറ്റ് ചെയ്തോ എന്നല്ല പറയുന്നത്. തെറ്റുന്നത് ദുർബല നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ മാനുഷികമായി സംഭവിച്ചു പോകാവുന്ന തിന്മകൾ സംഭവിച്ചു പോയെങ്കിൽ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത്. ഇങ്ങനൊരു ആശയമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇവര് ചിലപ്പോ കളിയാക്കുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകരുത്. അതിനാ ഞാൻ പറയുന്നത്. ഏതെങ്കിലും എത്തിസ്റ്റുകളോ അല്ലെങ്കിൽ വിവരമില്ലാത്ത ഇത്തരം ലിബറൽ മൈൻഡ് പിടികൂടിയ ആളുകളോ എവിടെന്നെങ്കിലും ഇത്തരം ആശയങ്ങൾ പറയുമ്പോഴേക്ക് ശരിയെന്നല്ലേ ഇസ്ലാം എന്നാ തെറ്റ് ചെയ്തു കൊടുക്കുന്നു, പുറത്തു കൊടുക്കുന്നു, ഇങ്ങനെ പറഞ്ഞൊരു മതല്ലേ എന്ന് വിചാരിക്കരുത്. ശരിയായ നിലക്ക് അതിനെ വിലയിരുത്തണം. അതാ ഞാൻ പറയാൻ പോകുന്നത്. ഇസ്ലാം തെറ്റ് ചെയ്തവന് വിട്ടുവീഴ്ച ചെയ്യുന്ന മതാണ് എന്നാ പറഞ്ഞത്. എങ്ങനെ വിട്ടുവീഴ്ചയും? റബ്ബിന്റെ മുന്നിൽ ഇനിയൊരു കാലത്തും ചെയ്യില്ലെന്ന ദൃഢനിഷ്ഠ വേണം. മറ്റൊരാളെ സ്വത്തുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കണം, എന്നാലേ അവന് പുറത്തു കൊടുക്കൂന്നല്ലേ ഇസ്ലാം. പുറത്തു കൊടുത്തു എന്ന വിവരം ഒരാൾക്കും ഇസ്ലാം നേരത്തെ അറിയിച്ചു കൊടുക്കുന്നില്ല. ആർക്കെങ്കിലും നിന്റെ തെറ്റല്ല പുറത്തു തന്നിട്ടുണ്ട്, ഇനി എനിക്ക് നിന്റെ പഴയതുപോലെ ജീവിക്കാമെന്ന നിലക്ക് അവന് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ ഇസ്ലാം? ഇല്ല, ഇല്ല. അതുകൊണ്ട് ആ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി പഠിപ്പിക്കുകയാണ്. അലാമത്തു ശഖാവതി അർബഅ, പരാജയത്തിന്റെ അടയാളങ്ങൾ 4 എണ്ണമാണ്. പരാജയത്തിന്റെ അടയാളങ്ങൾ 4 എണ്ണമാണ്. അതിലൊന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണി പറയാണ്, കഴിഞ്ഞുപോയ കാലയളവിൽ സംഭവിച്ചു പോയ തെറ്റ്, ആ തെറ്റിനെ മറന്നുകളയുന്ന സ്വഭാവം. ഞാൻ ആ തെറ്റ് ചെയ്തതിനെന്താ, ഞാൻ തൗബ ചെയ്തില്ലേ, ഞാൻ രക്ഷപ്പെട്ടില്ലേ, ഇങ്ങനെ പറയാൻ ഒരാൾക്കും അവകാശമില്ല. ഇങ്ങനെ പറഞ്ഞ എത്ര സഹാബത്തിന്റെ ചരിത്രം, ഇങ്ങനെ പറഞ്ഞ എത്ര സഹാബത്തിന്റെ ചരിത്രം പറയാനുണ്ട്. അവരതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച അവസാനം മരണം വരെ അവർക്ക് സംഭവിച്ചു പോയി. അന്ന് നിങ്ങൾക്ക് പുറത്തു തന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് അവരെ ഹൃദയം. ഇങ്ങനെയുള്ള സഹാബത്തിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങള്? അതേ സ്ഥാനത്ത്
അല്ല പുറത്തു കൊടുക്കും എന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അതാ നീ പൊറുക്കലിനെ ചോദിക്കലോടെ പുറത്ത് കഴിഞ്ഞിരിക്കുന്നു, നീ നിന്റെ വഴിക്ക് പോയിക്കോ എന്നല്ല, ഇനി ഇഷ്ടമുള്ളതുപോലെ തെറ്റ് ചെയ്തോ എന്നല്ല, മറിച്ചോ തെറ്റ് ചെയ്താൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കഴിഞ്ഞു പോയ കാലയളവിൽ ആ തെറ്റ് സംഭവിച്ചു പോയ കാലയളവുണ്ടല്ലോ, അത് ഇടയ്ക്കിടെ അഴവിറക്കുന്ന മനസ്സാണ് വിജയം കൈവരിച്ച മുഅ്മിനിന്റെ മനസ്സ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്ന മനസ്സാണ് ഈമാനുള്ളവന്റെ മനസ്സ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാമത്തു സഅദതി അർബഅ, വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളങ്ങൾ 4 എണ്ണമാണ്. അതിലൊന്നാമത്തതാണ് ദിക്റുദ്ദുനൂബിൽ മാദിയ. പടച്ച റബ്ബേ, എന്റെ വിവരമില്ലാത്ത കാലത്ത്, ആലോചനയില്ലാത്ത കാലത്ത്, ചിന്തയില്ലാത്ത കാലത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത് ചിന്ത കുറഞ്ഞിട്ട് ദുനിയാവിൽ എങ്ങ് ലയിച്ച് ജീവിച്ചപ്പോ എന്നോട് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് അല്ലാ. അത് എപ്പോഴും ഓർത്തെടുത്തിട്ട് റബ്ബിന്റെ മുന്നിൽ ഞാനൊരു മോശക്കാരനാണല്ലോ, ഞാൻ എന്റെ റബ്ബ് പുറത്തു തന്നില്ലെങ്കിൽ രക്ഷപ്പെടില്ലല്ലോ. ഈ ബോധം മനസ്സിന്റെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നവനാണ് ഈമാനുള്ള മുഅ്മിൻ കേട്ടോ. പരാജയം സംഭവിച്ചവനോ നിസ്യാനുദ്ദുനൂബിൽ മാദിയതി വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ. കഴിഞ്ഞു പോയ കാലയളവിലുള്ള തെറ്റുകൾ അതൊക്കെ ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചാണ്, അതൊക്കെ ഞാൻ കഴിഞ്ഞിക്കണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചു, അത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ കുറെ കാലമായി നല്ലവനായിട്ട് ജീവിക്കുന്നത്, അതുകൊണ്ട് അതൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ ലോകത്തൊരു മുഅ്മിനായ മനുഷ്യനോട് നേരത്തെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യ, ഒരു ഈമാനുള്ള മുഅ്മിനാണോ അവൻ എപ്പോഴും റബ്ബിന്റെ അടുക്കൽ ബേജാറിലാണ്. മാ ബൈനൽ ഖൗഫി വറജാ. അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ഈമാനുള്ള മുഅ്മിനാണോ അവൻ എപ്പോഴും ഭയങ്കര പ്രതീക്ഷയിലാണ്. എന്റെ റബ്ബ് അർഹമുർ റഹീമീനാണല്ലോ, അവൻ പുറത്തു തരുന്ന രാജാവാണല്ലോ. എന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു എന്നത് ശരിയാണ്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു എന്നത് ശരിയാണ്. പക്ഷെ എന്റെ റബ്ബ് വല്ലാത്ത കാരുണ്യവാനാണല്ലോ, അവൻ എന്നെ കൈയൊഴിക്കൂല. റബ്ബിന്റെ റഹ്മത്തിലുള്ള അങ്ങേറ്റത്തെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ മാത്രാണോ? അങ്ങനെ ഉണ്ട് ഇപ്പൊ ചില ചെറുപ്പക്കാർ, അള്ള എല്ലാം പുറത്തു കൊടുക്കുന്നവനാണ്, അതുകൊണ്ട് സാരയില്ല സാരയില്ല എന്ന് പറഞ്ഞ് തെറ്റുകളെ ചെറുതാക്കി കാണിക്കുന്ന സ്വഭാവം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ പോരാ, വെറും റജാ മാത്രം പോരാ, മാ ബൈനൽ ഖൗഫി വറജാ, നല്ല ഭയവും മനസ്സിന്റെ ഉള്ളിൽ വേണം. ഞാനത് ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയവനാണല്ലോ, എന്റെ റബ്ബെങ്ങാനും എനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ, എന്റെ റബ്ബെങ്ങാനും എനിക്ക് പുറത്തു തന്നില്ലെങ്കിലോ, എന്റെ റബ്ബെങ്ങാനും എനിക്ക് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിലോ, എന്റെ റബ്ബെങ്ങാനും എനിക്ക് പുറത്തു തന്നില്ലെങ്കിലോ, ഞാൻ ആരോട് പറയാനാണ് അല്ലാ? എവിടെയാണ് സമർപ്പിക്കേണ്ടത് അല്ലാ? എന്റെ സങ്കടം ആരുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് അല്ലാ? അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, നല്ല പ്രതീക്ഷയും വേണം, അതോടൊപ്പം തന്നെ നല്ല ഭയവും വേണം. അതുകൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തെറ്റ് ചെയ്യാത്ത, കളവ് പറയാത്ത നാവ് കൊണ്ട്, ഉമറേ ഉമറുൻ ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ എന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും ഞാൻ സ്വർഗ്ഗത്തിലെത്തിയല്ലോ, എനിക്ക് എന്റെ തോന്നിവാസത്തിന് ജീവിതമാകാമെന്ന ചിന്തയില്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അങ്ങനെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞതാണോ? അല്ല. അല്ലെങ്കിൽ ആരെങ്കിലും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതാണോ? അല്ല. സ്വപ്നം കണ്ടിട്ട് സ്വർഗാണ് എന്ന് അതേ സ്വർഗത്തിലാണ് എന്ന് ആരോ പറഞ്ഞത് കേട്ടതാണോ? അല്ല. യഥാർത്ഥത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ഒന്നിച്ചെണ്ണി പറഞ്ഞ പേരാണല്ലോ അശറത്തുൽ മുബശ്ശിരീങ്ങളായ 10 സഹാബത്ത്. അവരെ കൂട്ടത്തിലെ രണ്ടാമത്തെ ആളാ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഓ ഈമാനുള്ള ഉപ്പമാരെ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഭയം മാറിയിട്ടില്ല. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഖുർആൻ കേട്ടിട്ട് ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് കുതിരപ്പുറത്ത് നിന്ന് ആനപ്പുറത്ത് നിന്ന് താഴോട്ടേക്ക് വീണിട്ട് രോഗിയായി കിടന്നിട്ടുണ്ട് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹു. അവിടുത്തെ പേടിയുടെ കടുപ്പം നോക്ക് നിങ്ങള്. സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതുന്ന സൗണ്ട് കേട്ടപ്പോ എന്താണ് ഓതുന്നത് എന്ന് കേട്ടു നോക്കുമ്പോ ആഖിറത്തെ കുറിച്ചാണ്. കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് നിന്ന് താഴേക്ക് വീണുപോയി. ദിവസങ്ങളോളം പിന്നെ പള്ളിയിൽ ജമാഅത്തിനില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് രോഗിയായി പോയി. അത് കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതാണല്ലോ നമ്മളെ മുൻഗാമികളായ സഹാബത്തിന്റെയും നമ്മളെ മുൻഗാമികളായ അശറത്തുൽ മുബശ്ശിരീനായ സഹാബത്തിന്റെയും സ്ഥിതി എന്ന് പറയുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ്. സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച മഹാനാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് എപ്പോഴാണ് എന്നറിയോ? ഖുർആൻ ഓതിയപ്പോൾ മാത്രാണോ? അല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പണക്കാരനാണല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള്. വീട്ടിൽ വേലക്കാർ ഒരുക്കി വെച്ചിരിക്കുന്ന നല്ല സൽക്കാരപൂർണമായ ഭക്ഷണം കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി, അല്ലാഹ്, സഹാബത്തിന്റെ കൂട്ടത്തില് പട്ടിണി കിടന്ന സഹാബത്തുണ്ടല്ലോ അല്ലാഹ്, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ സഹാബത്തുണ്ടല്ലോ അല്ലാഹ്, ജീവിതത്തിൽ മരണത്തിന്റെ ശേഷം ഒരു കഫന് പോലും തികയാത്തതിന്റെ പേരിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിരിവെടുക്കട്ടെ എന്ന് ചോദിക്കപ്പെട്ട സഹാബത്തുണ്ടല്ലോ അല്ലാഹ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോ എന്റെ ഭക്ഷണത്തിന്റെ പൊതയെ പസുപ്രയിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അല്ലാഹ്, എനിക്ക് ദുനിയാവ് തന്നിട്ട് ആഖിറമില്ലാതെ ആയി പോകുമോ? ഇത് പേടിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അന്ന് തന്നെ നോമ്പിനെ കരുതിപ്പോയി. ലോറബാഗ് കൊടുക്കുന്നതിന്റെ മുമ്പാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സുന്നത്ത് നോമ്പാണെങ്കിൽ കരുതാനുള്ള നിവൃത്തിയുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു സുന്നത്ത് നോമ്പ് കരുതിപ്പോയി. ഇതല്ലേ ഒരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. വെറും പ്രതീക്ഷ മാത്രാണോ? അല്ല. മാ ബൈനൽ ഖൗഫി വറജാ, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് ഒരു മുഅ്മിനിന്റെ മനസ്സ്. അതുകൊണ്ടാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഈമാനുള്ള മുഅ്മിനാണോ അവൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ മറന്നു പോകൂല. വിജയം കൈവരിച്ച മുഅ്മിനീങ്ങളുടെ അടയാളമാണ് ദിക്റുദ്ദുനൂബിൽ മാദിയാ, ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകല്. അതേ സ്ഥാനത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിടത്ത് പറയാണ്, നമ്മളോട് ഒരാൾ ഇങ്ങോട്ട് തെറ്റ് ചെയ്തു, നമ്മളോട് വ്യക്തിപരമായി ഒരാൾ തെറ്റ് ചെയ്താൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അത് മറന്നു കളയണം. ഒരാൾ നമ്മളോട് ചെയ്ത തെറ്റാണെങ്കിൽ അത് നമ്മൾ മറന്നു കളയണം. നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മറന്നു പോകാൻ പാടില്ല. നമ്മൾ ആരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മളോട് ചെയ്ത തെറ്റുകളെ മറന്നു കളയണം. ഇബ്ലീസ് പലപ്പോഴും നമ്മളെ അനുവദിക്കൂല, അല്ലേ? ഇബ്ലീസ് പലപ്പോഴും അനുവദിക്കൂല. നമ്മളെ വീട്ടില് കല്യാണം നടക്കുകയാണ്, കല്യാണം നടക്കുമ്പോ നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റ് ഇടുകയാണ്. എന്തായാലും കല്യാണം വരികയാണല്ലോ, ഓനോട് പറയരുത്. പറയേണ്ടതല്ല ലിസ്റ്റ് മനസ്സിൽ വരുന്നത്. ഇബ്ലീസ് വിടൂല. ഇബ്ലീസ് ആദ്യം തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി തരാണ്. അവനോട് പറയരുത്, ഇവനോട് പറയരുത്, തമാശയിൽ പോലും അവൻ അറിഞ്ഞു പോകരുത്. കഴിഞ്ഞിട്ട് വേണം അവനൊന്നറിയാൻ. എന്നിട്ട് വിളിക്കാത്തത് കൊണ്ട് വേണം അവനൊരു വിഷമം തോന്നാൻ. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് ആര് തെറ്റ് ചെയ്താലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ടല്ലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങളോളം മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിൽ എല്ലാ അക്രമങ്ങളും എല്ലാ നിലക്കുള്ള പ്രയാസപ്പെടുത്തലും ബുദ്ധിമുട്ടലുകളും എല്ലാം ഉണ്ടായിട്ട് പോലും അതാ അവിടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധം ചെയ്യാനല്ല, പ്രതിരോധിക്കാൻ പോലും അവരോട് സമരപ്പെടാൻ പോലും അനുവാദം കിട്ടിയില്ല. അറിവില്ലാത്ത ചിന്തയില്ലാത്ത ജനങ്ങളല്ലേ, അവരെ നന്നായി വരണമെങ്കിൽ നല്ല ക്ഷമ വേണമല്ലോ.
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ക്ഷമ ഉന്നതമായ ക്ഷമ ക്ഷണിച്ചു. അപ്പോഴാണ് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഓ ഹബീബായ നബിയേ അങ്ങ് അത്യുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന സർട്ടിഫിക്കറ്റ് പരിശുദ്ധ ഖുർആൻ നൽകിപ്പോയി. ഇതല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയം എന്ന് പറയുന്നത്. അള്ളാഹിനോട് നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് നമുക്ക് നല്ല ഓർമ്മ വേണം, അതൊരിക്കലും മറന്നു പോകരുത്. മറക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ശഖാവത്തിന്റെ അടയാളമാണ്, പരാജയത്തിന്റെ അടയാളമാണ്. അതേ സ്ഥാനത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തെങ്കിൽ നല്ല ഓർമ്മ വേണം, നമ്മളോട് ആര് തെറ്റ് ചെയ്താലും അങ്ങ് മറന്നു കളയണം. മറക്കാനുള്ള മനസ്സ് വേണം. അവന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ എന്നോട് പറഞ്ഞിട്ടില്ല, അതിന് പകരം വീട്ടണമെങ്കിൽ ഒരു 20 കൊല്ലം കഴിയാതെ എന്റെ മോള് വലുതാകൂലല്ലോ അല്ലാഹ്, ഇത് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന മൂമിനാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. 20 കൊല്ലം പോയിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ ജീവിക്കൂന്ന് പറയാൻ കഴിയോ മുസ്ലിമേ? എന്തിനാണ് ഈ പകയുമായിട്ട് നടക്കുന്നത്? കല്യാണം പറയാത്തവനാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം, പടച്ച റബ്ബേ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ മകളെ വിവാഹം ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ അനുജന്റെ കല്യാണം ഉണ്ടായിരുന്നെങ്കിൽ, അയാളെ പോയിട്ട് ആദ്യമായിട്ട് ക്ഷണിച്ചിട്ട് എനിക്കൊന്ന് സ്വർഗം വാങ്ങണല്ല അല്ലാഹ്, ഈ ചിന്തയാ മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. അല്ലാതെ എങ്ങനെയുണ്ട് അവനോട് പകരം തീർക്കാനെന്ന ചിന്തയല്ല, അവനെങ്ങനെ പകരം കൊടുക്കാൻ കഴിയൂന്നുള്ള ചിന്തയല്ല. അതേ കടയിൽ നിന്ന് മോഷ്ടിച്ചവനാണല്ലോ അവൻ, ഇവനൊരു കാലത്ത് മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഇവന്റെ കടയിൽ നിന്ന് എനിക്ക് മോഷ്ടിക്കാമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവനല്ല ഈമാനുള്ള മുഅ്മിൻ എന്ന് പറയുന്നത്. മറിച്ചോ വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സാണ് മുഅ്മിനിന് വേണ്ടത്. എത്ര തെറ്റ് സംഭവിച്ചു പോയവനാണെങ്കിലും പുറത്തു കൊടുക്കാനുള്ള മനസ്സാണ് വേണ്ടത്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്, അവനെ വിളിച്ചുപദേശിച്ച് നന്മ കൊണ്ട് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സാണ് വേണ്ടത്. പകരം എങ്ങനെ തീർക്കാൻ കഴിയുമെന്ന ചിന്തയല്ല. അതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെ നിങ്ങൾ മറന്നു കളയണേ. അങ്ങോട്ട് ആരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നല്ല ഓർമ്മ വേണേ, എന്നാലേ അത് അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ കഴിയൂ. പോരാ, റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കാൻ കഴിയൂ. ഇത്ര നല്ലൊരു മതം വേറെ ഏതാണ്? മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല ബോധമുള്ള മതമാണല്ലോ ഇസ്ലാം. മാനുഷികത നിലനിൽക്കാൻ ആവശ്യമായ സർവ ഉപദേശങ്ങളും നൽകിയ, സർവ നിർദ്ദേശങ്ങളും പഠിപ്പിച്ച മതമാണല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒരു പോരായ്മ കാണിക്കാനില്ലാത്ത മതം, എന്തൊരു സുന്ദരമായ മതമാണ്. അല്ലാഹ് ദീനിലായി ജീവിച്ച് ദീനിലായി ആഖിബത്ത് നന്നായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. രണ്ടാമത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാമത്തെ അതേ ശഖാവത്തിന്റെ അടയാളം എന്താണ്? അതേ പരാജയത്തിന്റെ അടയാളം എന്താണ്? വദിക്റുൽ ഹസനാത്തിൽ മാദിയാ, കഴിഞ്ഞു പോയ കാലയളവിൽ ചെയ്തിരിക്കുന്ന നന്മകൾ ഉണ്ടല്ലോ, പടച്ച റബ്ബേ ഞാൻ പള്ളിക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, പാവപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മകൾ ഉണ്ടല്ലോ, ആ നന്മകളെ കുറിച്ച് ഓർമ്മിക്കുന്ന സ്വഭാവമാണോ പരാജയത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആർക്ക് ചെയ്തു കൊടുത്ത നന്മയാണെങ്കിലും അതങ്ങ് മറന്നു കളയണം. അത് നമ്മൾ ഒരിക്കലും ഓർമ്മിച്ചു വെക്കരുത്. ഓർമ്മിച്ചു വെക്കുന്ന സ്വഭാവക്കാരാര സ്വഭാവമാണ് എന്നറിയോ? അത് ഫിർഔനിന്റെ സ്വഭാവമാണ്. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബിയിനാ അലൈഹിസ്സലാം അവിടത്തേക്ക് ജീവിക്കാൻ കൊട്ടാരത്തിൽ അവസരം കൊടുത്തു. കൊല്ലുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ഇസ്ലാം മതത്തെ കൊണ്ടുവന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. റബ്ബിന്റെ തീരുമാനം റബ്ബ് നടപ്പാക്കിയതാണ്. നടപ്പാക്കിയപ്പോ ഫിർഔൻ അറിയാതെ അതിൽ കുടുങ്ങിയതാണ്. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആ പണിക്ക് നിൽക്കില്ലായിരുന്നു. കുടുങ്ങിപ്പോയ ഫിർഔൻ അവസാനം ഛർദ്ദിച്ചതിലേക്ക് മടങ്ങുന്നത് പോലെ എന്റെ ഭക്ഷണം കഴിച്ച ആളാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം എന്ന നിലയ്ക്ക് നന്മ ചെയ്തത് ചിന്തിച്ചു പോയി, അവൻ എടുത്തു പറഞ്ഞു പോയി. അയാൾ കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനേ, ഒരിക്കലും നമ്മൾ ചെയ്ത നന്മകൾ എടുത്തു പറയാൻ പാടില്ല. ഒരിക്കലും
ഒരിക്കലും അതിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തവനല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തവനല്ലേ, എന്നെ പോലെ നാട്ടിൽ ചെയ്തു കൊടുത്തവൻ ആരാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന സ്വഭാവം മുഅ്മിനിന് ഭൂഷണമല്ല, മുഅ്മിന് യോജിച്ചതല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വദിക്റുൽ ഹസനാത്തിൽ മാദിയ, കഴിഞ്ഞ പോലെ കാലയളവിലുണ്ടായ നന്മകളുണ്ടല്ലോ, ആ നന്മകളെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഏതാണ് നന്മ എന്നറിയോ? വലായദിരി, അവൻ അറിയില്ലല്ലോ. അഖ്ബിലത്ത് അംറുദ്ദത്ത്, ആ ചെയ്തിരിക്കുന്ന അമൽ റബ്ബിന്റെ അടുക്കൽ മഖ്ബൂലാണോ അല്ല റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാത്തതാണോ? ഇതറിയാത്ത, എന്താണ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന റിസൾട്ട് കിട്ടാത്ത, എന്താണ് ഇതിന്റെ അവസ്ഥ എന്നറിയാത്ത അമലുകളെ കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സമാധാനം കൊള്ളുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഓ വാദ് കേൾക്കുന്ന മുസ്ലിമേ, മുസ്ലിമിന് യോജിച്ച സ്വഭാവമല്ല അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സുന്നത്തായ കർമ്മമാകട്ടെ, സദഖയാകട്ടെ, ഏതാകട്ടെ. പിന്നെ സക്കാത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുതലാളിയുടെ അവകാശം അല്ല, മറിച്ചോ സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. മുതലാളിയുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കാൻ മാത്രം സ്വത്തുണ്ടോ, ആ സ്വത്തിന്റെ 2.5% പാവപ്പെട്ടവന്റെ കൂറാണ്, ഫുഖറാഇന്റെ കൂറാണ്. ഖുർആൻ എടുത്ത് പറഞ്ഞ സക്കാത്തിന് അർഹതയുള്ള ആളുകളുണ്ടല്ലോ. സക്കാത്തിന്റെ അർഹത പറയുമ്പോ ഇന്ന് വരെ കമ്മിറ്റിക്കാരെന്നൊരു പേര് കാണാനില്ലല്ലോ. അങ്ങനെ ഇന്ന ആളുകൾക്ക് കൊടുക്കണം എന്നല്ലാതെ പ്രത്യേകിച്ചൊരു ടീമിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഭരണം നടത്തുന്ന ഭരണാധികാരികൾക്കുള്ള അവകാശത്തെ കൊണ്ടുവന്നിട്ട് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാമെന്ന് ചിന്തിക്കുന്ന പുത്തൻവാദിയുടെ വാക്ക് കേട്ടിട്ട് സക്കാത്ത് കൊടുക്കാൻ നിന്ന് സക്കാത്ത് ബാത്തിലാകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് വീട്ടേണ്ടതാണ്, അത് കൊല്ലത്തിൽ കൊടുക്കേണ്ടതാണ്. മുതലാളിയുടെ ചാൻസ് നോക്കിയിട്ട് കൊടുക്കേണ്ടതല്ല, മുതലാളിയുടെ അവസരം നോക്കിയിട്ട് കൊടുക്കേണ്ടതല്ല, മുതലാളിക്ക് തോന്നുമ്പോൾ കണക്ക് കൂട്ടേണ്ടതല്ല, വർഷത്തിൽ കൂട്ടിയിട്ട് കൊടുക്കേണ്ടതിനാ സക്കാത്ത് എന്ന് പറയുന്നത്. അത് കൊടുക്കാതെയാണ് നീ നിന്റെ ബിസിനസ് നിലനിർത്തിക്കൊണ്ടു പോകുന്നതെങ്കിൽ 2.5% നിന്റെ ബിസിനസ്സിൽ ആ പാവപ്പെട്ടവൻ കൂറായി പോയി. ഏത് പാവപ്പെട്ടവൻ? സക്കാത്തിന് അർഹതയുള്ള ആളുകളുണ്ടല്ലോ, അവരറിയാതെ നിന്റെ സ്വത്തിൽ കൂറുകൂടുകയാണ്. ഈമാനുള്ള വിശ്വാസിയാണോ? വർഷം തികയുമ്പോൾ സക്കാത്തിന്റെ കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം. അത് പിടിച്ചു വെക്കാൻ നിർവാഹമില്ല. വർഷത്തിൽ കൃത്യമായി കൊടുക്കേണ്ടതാണ് സക്കാത്ത് എന്ന് പറയുന്നത്, അല്ലാതെ പിടിച്ചു വെക്കേണ്ടതല്ല, വാങ്ങിയിട്ട് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതല്ല, ബാങ്കിൽ സൂക്ഷിച്ച് പലിശ വാങ്ങേണ്ടതല്ല സക്കാത്ത് എന്ന് പറയുന്നത്. മറിച്ചോ വർഷത്തിൽ പാവങ്ങളുടെ അവകാശമാണ് സക്കാത്ത്. അത് കൃത്യമായി കൊടുത്തില്ലെങ്കിലോ, സമയത്ത് കൊടുത്തില്ലെങ്കിലോ, കൊടുക്കേണ്ടത് പോലെ കൊടുത്തില്ലെങ്കിലോ ഈതാഉ സക്കാത്താകൂല. നിസ്കാരത്തെ നിലനിർത്തുക എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് സക്കാത്തിനെ കൊടുത്തു വീട്ടലാണ്. കൊടുത്തിട്ട് വീട്ടിയാലേ അത് വീടുകയുള്ളൂ. അതേ ഏൽപ്പിക്കപ്പെടാൻ അർഹതയുള്ളവരല്ലാത്ത ഏതെങ്കിലും പേര് പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയിൽ ഒതുങ്ങാത്ത ആളുകൾ ഏൽപ്പിച്ചാൽ ആ സക്കാത്ത് പൂർത്തിയാകൂല. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന മനസ്സ് നമുക്കില്ലാതെ പോയാൽ പാവങ്ങൾ നമ്മളെ കൂതേ ബിസിനസ്സിൽ കൂറുകൂടാനത് കാരണമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. വിശദമായി ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, സമയ ചുരുക്കം കൊണ്ട് ഞാൻ അങ്ങ് ചുരുക്കട്ടെ. കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അവനിക്ക് എന്റെ സക്കാത്ത് കൊടുത്തിട്ടല്ലേ ഓൻ വീടുണ്ടാക്കിയത് എന്ന ചിന്ത പറ്റൂല എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ സക്കാത്ത് കൊടുത്തിട്ടല്ലേ ഓന്റെ ജീവിതം നയിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നിർവാഹമില്ല എന്നാ പറഞ്ഞത്. 2.5% നിന്റെ മുതലാളിയുടെ സ്വത്തിന്, അതേ അവന് കൂതെ കൊടുക്കേണ്ട ലാഭത്തിന് 2.5% കൊടുക്കേണ്ടതുണ്ടല്ലോ. അതിന് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഏതെങ്കിലും ഉസ്താദുമാർക്ക്
പാവപ്പെട്ട ഏതെങ്കിലും ഉസ്താദുമാർക്ക് അതാ നമ്മൾ പോയിട്ട് വീടുണ്ടാക്കി കൊടുത്തു, സക്കാത്തിന്റെ പൈസ കൊണ്ടാണ് ഉണ്ടാക്കി കൊടുത്തത്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ്ടെന്നാണോ അവർക്ക് കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ സക്കാത്തിന്റെ പണം എടുത്തിട്ടാണ് നിങ്ങളെ ഞങ്ങൾക്ക് സഹായിച്ചത്. എന്നിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നി ചെയ്യാ, ഞാനിങ്ങനെ സക്കാത്ത് ഉണ്ടാക്കിയിട്ട് കൊടുത്തതല്ലേ, എന്റെ അതേ ഔദാര്യല്ലേ മുസ്ലിയാർക്ക് കിട്ടിയത്. അങ്ങനെ ചിന്തിക്കാൻ നിർവാഹമില്ല എന്നാ ഞാൻ പറഞ്ഞത്. സക്കാത്തിന്റെ വിഷയത്തിൽ തീരെ ഇല്ല. എന്നാ സക്കാത്ത് അല്ലാത്തതാണെങ്കിലോ പറയാണ്, ചെയ്തു വെച്ചിരിക്കുന്ന നന്മകളുണ്ടല്ലോ, ആ നന്മകളെ കുറിച്ച് ആലോചിച്ചിട്ട് അത് റബ്ബിന്റെ അടുക്കൽ മഖബൂലാണോ അല്ല റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാത്തതാണോ, ഇതുപോലും അറിയാത്ത നിന്റെ നന്മകളെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അത്ര സേവനം ചെയ്തിട്ടുണ്ടല്ലോ, ഇത്ര സേവനം ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെയുള്ള ചിന്ത മനസ്സിലുണ്ടോ? ഞാനല്ല പറഞ്ഞത്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. മോനെ, പരാജയത്തിന്റെ അടയാളമാണ്. വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളം എന്താണ് എന്നറിയാം? വനിസിയാനുൽ ഹസനാത്തിൽ മാദിയാ, കഴിഞ്ഞു പോയ കാലയളവിൽ ചെയ്തു വെച്ചിരിക്കുന്ന നന്മകളെ കുറിച്ച് മറന്നു പോകലാണ്. അങ്ങനെ മറക്കൽ അത് ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ സഅദത്ത് ലഭിച്ച വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു നല്ല മതമാണ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തൊരു നല്ല മതമാണ്. നീ ഒരു സഹായം ചെയ്തു കൊടുത്താൽ, ഞാൻ എന്റെ സഹായം കൊണ്ടാണ് അയാൾ അങ്ങനെ രക്ഷപ്പെട്ടു പോയത് എന്ന നിലക്ക് മറ്റൊരാളെ താഴ്ത്തിയിട്ട് കാണാനോ, മറ്റൊരാളെ നിന്റെ കാലിന്റെ അടിയിലാക്കാനോ, മറ്റൊരാളെ അടിമപ്പെടുത്താനോ, ഇത്തരം അവസരങ്ങൾ പോലും ഉപയോഗപ്പെടുത്താൻ അർഹത തരാത്തൊരു മതം എന്തൊരു സുന്ദരമായ മതമാണ്. ഏതു അത്യുന്നതിയിലെത്തിയവനും പറയാനുള്ളത് അൽഹംദുലില്ലാഹ്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണിക്ക് കിടക്കുന്ന ജീവിക്കുന്ന മനുഷ്യനും പറയാനുള്ള വാക്കെന്താണ്? അൽഹംദുലില്ലാഹ്. നമ്മളെ നാട്ടിൽ ഈ പള്ളി നിർമ്മിച്ചില്ലേ, നമ്മളെ പള്ളിയിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടു ആ മുതലാളി എന്റെ കാലിന്റെ അടുക്കൽ സുജൂദ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് മാറി നിൽക്കാറുണ്ടോ? ഇല്ല. അവൻ എന്റെ തൊഴിലാളിയല്ലേ, അവന്റെ പിറകിൽ വെച്ച് ഞാൻ നിസ്കരിച്ചാൽ അവന്റെ കാലിന്റെ അടുക്കൽ എന്റെ സുജൂദാകും, അവന്റെ പിറകെ പറ്റൂല, ഞാൻ എങ്ങനെയെങ്കിലും മുന്നിലാകട്ടെ എന്ന് ചിന്തിക്കുന്ന മുതലാളിയുണ്ടോ? പള്ളിയിലെത്തിയ ഇത് അള്ളാന്റെ വീടാണ്, ഇവിടെ മുതലാളി എന്ന മാറ്റമില്ല, തൊഴിലാളി എന്ന മാറ്റമില്ല, നേതാവ് എന്ന മാറ്റമില്ല, അനുയായി എന്ന മാറ്റമില്ല. ആരുടെ കാലിന്റെ അടിയിലും ഞാൻ അയക്കാം, ആരുടെ കാലിന്റെ ചുവട്ടിലും എന്റെ സുജൂദ് സംഭവിച്ചേക്കാം. അതൊന്നും ഒരു മുഅ്മിനിന് വിഷയമേ അല്ല. ഇവിടെ ഞാൻ ഒരാളെ കാലിന് സുജൂദ് ചെയ്യാൻ വന്നതല്ല, മറ്റൊരാളൊക്കെ അതേ സുജൂദിന്റെ മുന്നിൽ അവർക്ക് പോയി വീഴാനും വന്നതല്ല. സുജൂദിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അല്ലാഹ്ക്ക് മാത്രമേ സുജൂദിന് അർഹതയുള്ളൂ. അപ്പൊ മൊയ്ലിയാരെ, ചില ആളുകൾ ഖബറും പുറത്ത് പോയിട്ട് സുജൂദ് ചെയ്യുന്നതാണുണ്ടല്ലോ. ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ആദരിച്ചിട്ടാണ് ഖബറിന്റെ പുറത്ത് പോയി സുജൂദ് ചെയ്യുന്നതെങ്കിൽ പച്ച ഹറാമാണ്, സംശയിക്കേണ്ടതില്ല. ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ആദരിച്ചിട്ടാണെങ്കിൽ പോലും ഖബറിന്റെ മേലെ പോയി സുജൂദ് ചെയ്യുന്നതിന്റെ വിധി ഹറാമാണ്. നിങ്ങളെ വകയിലാണോ മുസ്ലിയാരെ? ഫത്ഹുൽ മുഈൻ അടക്കമുള്ള സർവ്വ ഗ്രന്ഥങ്ങളിലും കാണാം, ഖബറിന്റെ പുറത്ത്, ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് ആദരവിന് വേണ്ടി ഒരു സുജൂദ് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ മുസ്ലിയാരെ, ഇന്ന മഖബറയിൽ നടക്കുന്നതോ, അവിടെ നടക്കുന്നതോ, ഇവിടെ നടക്കുന്നതോ അതൊന്നും എനിക്കറിയില്ല. ശറഈന്റെ നിയമമാണ് ഞാൻ പറഞ്ഞത്. ഖബറിന്റെ പുറത്ത് സുജൂദ് ചെയ്യുന്ന അനുവാദം നൽകിയ അതേ സ്ഥാനത്ത് ഒരാൾ നിസ്കരിക്കുകയാണ്, അതിന്റെ പരിസരത്ത് ഖബറുണ്ട്, നിസ്കരിക്കുന്നത് അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാണ്. അത് നോക്കിയിട്ട് നമ്മൾ ഒരാളെ കാഫിറാണ് എന്ന് വിധി, അയാള് മുശ്രിക്കാണ് എന്ന് വിധി ചെയ്തരുത്. അയാൾ നിസ്കരിച്ചത് ഖബർ ആളിക്കല്ല, അല്ലാഹ്ക്കാണ് നിസ്കരിച്ചത്. അപ്പൊ ഖബറിൽ കിടക്കുന്ന ആളെ ആദരിക്കാനാണോ? അല്ല. ഖബറിൽ കിടക്കുന്ന ആളെ ബഹുമാനിക്കാനാണോ? അല്ല. അങ്ങനെ ഒരു സുജൂദ് ഇസ്ലാമിലില്ല. സുജൂദിന് അർഹതയുള്ളവൻ ഒരുത്തനേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അയാൾ കേൾക്കുന്ന ഉമ്മമാരെ, അയാൾ കേൾക്കുന്ന ഉപ്പമാരെ, അവരിൽ കിടക്കുന്ന
കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിക്കണം. അവരെ ബഹുമാനിച്ച് അവരെ ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോകണം. സിയാറത്ത് എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്. പേരോളിന്റെ മകൻ ഖബറിന് സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അതിനുവേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു സമൂഹമുള്ള കാലമാണ് നമ്മളെ കാലം എന്ന് പറയുന്നത്. പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തിട്ട് ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കൊണ്ടുപോയിട്ട് അതേ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റാലികൾ ജീവിക്കുന്ന കാലയളവാണല്ലോ. അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അതേ സ്ഥാനത്ത് ഖബറിൽ കിടക്കുന്ന മഹാന്മാർ അവരെ സിയാറത്തിലെ പുണ്യമാണെന്ന വിഷയത്തിൽ തർക്കമില്ല. അതേ സ്ഥാനത്ത് ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിക്കുന്നു എന്ന പേരിൽ തലമറക്കാതെ സിയാറത്തിന് പോകുന്ന സ്വഭാവമുണ്ടല്ലോ, ശരീരം മറക്കാതെ സിയാറത്തിന് പോകുന്ന സ്വഭാവമുണ്ടല്ലോ. മേക്കപ്പ് ഇട്ടിട്ട് ഭംഗി പ്രദർശനത്തിന് ഉറൂസുകളെ ചൂഷണം ചെയ്യുന്ന പെങ്ങന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അനുവദനീയമല്ല. വെറും ഉറൂസ് മാത്രാണോ? ഓൺലൈൻ മജ്‌ലിസുകൾ ഉസ്താദുമാരോട് കിഞ്ഞാരം പറയാൻ, ഉസ്താദുമാരോട് പഞ്ചാര വാക്ക് പറയാനുള്ള വേദികളാക്കിയിട്ട് ഓൺലൈൻ മജ്‌ലിസുകളെയോ അല്ല വാദിന്റെ വേദികളെയോ യൂട്യൂബിന്റെ മേഖലകളെയോ ഉപയോഗപ്പെടുത്തുന്ന വിവരദോഷികളുണ്ടോ? ചിന്തയില്ലാത്തവരുണ്ടോ? ആലോചനയില്ലാത്തവരുണ്ടോ? അതേ മറന്നേ മനസ്സിലാക്കിക്കോ. ഖബറിന്റെ പുറത്ത് സിയാറത്ത് സുന്നത്താണ്, ദിക്ർ ചൊല്ലല് സുന്നത്താണ്, അതേ വദിവിറുദുൽ ലത്തീഫ് ചൊല്ലല് സുന്നത്താണ്, അദാദ് ചൊല്ലല് സുന്നത്താണ്, മൗലിദ് ഓതല് സുന്നത്താണ്. ഭർത്താവിന്റെ തൃപ്തി വാങ്ങലും നിർബന്ധമാണ്. ഓൺലൈൻ മജ്‌ലിസിന്റെ പേരിൽ ഭർത്താവിന് ചായ കൊടുക്കാത്ത ഭാര്യ, ഭർത്താവിന് ഭക്ഷണം കൊടുക്കാത്ത ഭാര്യ, ഭർത്താവിനെ പരിഗണിക്കാത്ത ഭാര്യ, ഇങ്ങനെയുള്ള ദിക്റുകൾ പറഞ്ഞിട്ട് ഭർത്താവ് വിളിക്കുന്ന സമയത്ത് മാറി നിൽക്കുന്ന ഭാര്യ, വഅദ് കേൾക്കുന്ന മുസ്ലിമേ, നിർബന്ധമായി ചെയ്യേണ്ടതിനെ കുറിച്ച് ബോധം വേണം. ജീവിതത്തിൽ വാജിബായതിനെ കുറിച്ച് ഓർമ്മ വേണം, സുന്നത്തായതിനെ കുറിച്ച് ഓർമ്മ വേണം. ഖബറും പുറത്ത് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കള് നിന്റെ മേക്കപ്പ് കാണാൻ കിടക്കണോ? നിന്റെ തലമറക്കാത്ത തലയിലെ മുടി കാണാൻ കിടക്കണോ? നിന്റെ മാറ് കാണാൻ കിടക്കണോ? വഅദ് കേൾക്കുന്ന മുസ്ലിം പെങ്ങളെ, ഈമാനുള്ള ഉമ്മമാരെ, ഔലിയാക്കളെ പൊരുത്തത്തിന് പകരം പൊരുത്തക്കേട് വാങ്ങുന്ന സമൂഹം ഉറൂസിന്റെ പേരിൽ സമ്പാദിച്ചു വെക്കരുത് കേട്ടോ. അത് വഅലിന്റെ സദസ്സാണെങ്കിലും വഅലിന് പോകുന്നത് പഠിക്കാനാണ്, നന്നാകാനാണ്, ഫിഖഹിന്റെ നിയമങ്ങൾ പഠിക്കാനാണ് എന്ന് കരുതിയിട്ട് അവിടെ പോകുമ്പോൾ തലമറക്കാതെ പോവാണോ? അനുവദനീയമാണെന്ന് പറയാൻ നിർവാഹമില്ല. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ നേറ്റ് നിന്നു, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്‌ലിസിലേക്ക് വന്നു. അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങളെ സർവ്വ മജ്‌ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്തൊരു സുന്ദരമായ മതമാണ്. അല്ലാഹു അക്ബർ. അല്ലാഹ് മാത്രമേ വലിയവനുള്ളൂ. ഞാനൊരു വലിയവനായി പറയാനില്ല. ഇസ്ലാമിന്റെ ആശയം നോക്കി നിങ്ങൾ എന്ത് തന്നെ നേടിയെടുത്തവനാണെങ്കിലും, വാനലോകത്തേക്ക് പറപ്പിച്ച റോക്കറ്റുകളെ കുറിച്ച് ഉണ്ടാക്കിയെടുത്തവനാണെങ്കിൽ പോലും അവന് പറയാനുള്ളത് എന്താണ്? എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നല്ല. അൽഹംദുലില്ലാ, എന്റെ റബ്ബ് എനിക്ക് ഇതിന് നിമിത്തമാണ്, ഞാൻ നിമിത്തം മാത്രമാണ്. എന്റെ റബ്ബാണ് എനിക്ക് ഇതിന് ആവശ്യമുള്ളതൊക്കെ തന്നത്. എന്റെ റബ്ബിന് സ്തുതി ചെയ്താൽ മതിയാകില്ലല്ലോ. അൽഹംദുലില്ലാഹി കതീറാ. എന്റെ റബ്ബിനാണ് സർവസ്തുതിയും. എത്ര ആളുകളുണ്ട് പലതും ആഗ്രഹിച്ചിട്ട് ചെയ്തു തീർക്കാൻ കഴിയാതെ മരിച്ചുപോയവർ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മുതലാളി എന്റെ കൈപിടിച്ച് പറഞ്ഞത്, മോനെ ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ ഹോസ്പിറ്റലിന്റെ പണി നടക്കുന്നുണ്ട്, അതൊന്ന് പൂർത്തിയായി കിട്ടണം, അതിനൊന്ന് ദുആ ചെയ്യണേ. കൈപിടിച്ച മുതലാളിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്കൊന്ന് ദുആ ചെയ്യണം. എന്തിനാണ് എന്നറിയോ? എനിക്കിങ്ങനെ എങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടാക്കി മരിക്കണം എന്നല്ല, ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. ദീർഘായുസ് വേണം, ശരിയാണ്, ആഫിയത്ത് വേണം, ശരിയാണ്. ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഈമാനോടെ ഒന്ന് ജീവിച്ച് മരിക്കലാണ്. ഹോസ്പിറ്റൽ പൂർത്തിയാക്കി
പൂർത്തിയാക്കാൻ പോയിട്ട് ഹോസ്പിറ്റലിന്റെ കല്ലെടുത്ത് വെക്കാൻ എനിക്ക് ആയുസ്സുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. ആയുസ് തരുന്നവൻ റബ്ബല്ലേ. ദുനിയാവിൽ ഇത് കുറെ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? ഖബറിൽ പോകുമ്പോ എണ്ണിയെടുക്കാനാണോ? അല്ലല്ലോ. അപ്പൊ ദുനിയാവ് ഉണ്ടാക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആഖിറം മറന്നു പോകുന്ന ദുനിയാവാകരുത്, പാരത്രിക ലോകം മറന്നു പോകുന്ന ദുനിയാവാകരുത്. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജീവിതത്തിൽ നീ ചെയ്തിരിക്കുന്ന നന്മകളുണ്ടല്ലോ, ആ നന്മകളാണെങ്കിൽ സ്വീകരിക്കപ്പെടാത്ത കാലത്തോളം അത് ഓർക്കാൻ നിനക്ക് നിർവാഹമില്ല. വിജയം കൈവരിക്കണോ അത് മറന്നു കളയലാണ് നല്ലത്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വനദറുഹു ഇലാ മൻ ഫൗഖഹു ഫിദ്ദുനിയാ. മോനെ, നീ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണോ? റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാണോ? ദുനിയാവിലെ നിന്നെക്കാൾ മേലെയുള്ളവനിലേക്ക് നോക്കിയിട്ട് ടെൻഷൻ അടിക്കുന്ന സ്വഭാവമുണ്ടോ? ആ മുതലാളിക്ക് അത്രയുണ്ടല്ലോ, അയാൾക്ക് ഇത്ര ബഹുമാനുണ്ടല്ലോ, ഇന്നതൊക്കെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ദുനിയാവിലൊന്നും സമ്പാദിച്ചില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിജയം കൈവരിച്ച മഹാന്മാരെ പട്ടികയിൽ പെടണോ? അവൻ എപ്പോഴും ചിന്തിക്കുന്ന ചിന്ത എന്താണ് എന്നറിയോ? പടച്ച റബ്ബേ, എനിക്ക് ഇന്നലെ രാത്രിയിലെ തഹജ്ജുദിന് കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇന്ന് ദുഹാ നിസ്കരിച്ചില്ലല്ലോ, ഇന്ന് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചില്ലല്ലോ, വിത്ർ നിസ്കരിച്ചില്ലല്ലോ അല്ലാ, ഇന്ന് സദഖ ചെയ്തില്ലല്ലോ അല്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാൻ എന്റെ ഉമ്മത്തിന്റെ ഈമാനും എടുത്തു വെച്ച ആൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാൻ റജഹത്ത് അതാ മികച്ചു നിന്നുപോയി. ആ ഒരു ഈമാൻ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹ്. വിജയം കൈവരിച്ച മൂമിനാണോ? എനിക്ക് അങ്ങനെയുള്ള വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അയാളെ കാറ് പോലെ എനിക്ക് കാറ് കിട്ടിയില്ലല്ലോ, അയാളെ ഫോണ് പോലുള്ള ഫോണ് കിട്ടിയില്ലല്ലോ. ഇങ്ങനെയുള്ള ദുന്യാവിന്റെ ചിന്തകള് അവന്റെ മനസ്സിനെ തകർത്ത് കളയൂല. ഈമാനുള്ള മൂമിനാണോ? അവന്റെ ഹൃദയത്തിലുള്ള ഭയം എന്താണെന്നറിയോ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാ ആഖിറത്തിലെത്തുമ്പോൾ പാരത്രിക ലോകത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ഒരു ജീവിതം എന്റെ ജീവിതത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലാഹ്. അയാള് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലാഹ്. അങ്ങനെയുള്ള ഔലിയാക്കൾ ഉണ്ടല്ലോ അല്ലാഹ്. 40 നാളോളം സുബ്ഹി നിസ്കരിക്കാൻ ഇശാഇന്റെ വുളു മതിയായി എന്ന് പറഞ്ഞ് ഗൗസുൽ ആദം തങ്ങളുണ്ടല്ലോ. ആ ഗൗസുൽ ആദം തങ്ങൾ കിടക്കുന്ന സ്വർഗത്തിലേക്ക് കടക്കാൻ ഞാനും ആഗ്രഹിക്കുമ്പോൾ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി എടുക്കുന്ന വുളു ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും വന്നെടുത്തിട്ട് അതേ സുബ്ഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹുവിനെ ഭയപ്പെട്ട രാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കരഞ്ഞു തീർത്ത രാത്രിയിലെ മഹാന്മാരില്ലേ, സ്വാലിഹീങ്ങളില്ലേ, 40 നാളോളം 40 ആണ്ടോളം മഹാനായതാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് ഇശാഇന്റെ വുളു കൊണ്ട് തന്നെ സുബ്ഹി നിസ്കരിച്ചു പോയി. ഒരു 40 ദിവസം പോലും തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. എനിക്കതിനുള്ള പക്വത ഉണ്ടായില്ലല്ലോ. ഇങ്ങനെ നമ്മളെക്കാൾ ദീനിന്റെ വിഷയത്തിൽ പക്വത കാണിച്ചിരുന്ന, ജീവിതത്തിൽ നന്മകൾ പകർത്തിയിരുന്ന ഇമാമീങ്ങളാകുന്ന ഇമാമീങ്ങളും മഹാന്മാരായ മഹാന്മാരുമുണ്ടല്ലോ. അവരെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് എനിക്കതിന് സാധിച്ചില്ലല്ലോ അല്ലാഹ്. ഇങ്ങനെ ചിന്തിക്കുന്ന മുഅ്മിനാണോ, വിശ്വാസിയാണോ? അവൻ വിജയം കൈവരിച്ചവരെ പട്ടികയിലൊന്നും ഉൾപ്പെടാൻ ഇത് കാരണമായി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കണ്ണിയിൽ പെടാനാ ഞാൻ എന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടത്. നിങ്ങൾ നിങ്ങളെ ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടത്. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹ് അതിന് കാരണമാകുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ ഞങ്ങളെ സർവ്വ മജ്ലിസുകളെയും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സഅദത്തിന്റെ സർവ്വ വഴികളും വിജയത്തിന്റെ സർവ്വ വഴികളും ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ച് ഈമാനോടെ ജീവിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ ജേഷ്ഠാനുജന്മാർ, ഞങ്ങളെ പെങ്ങന്മാർ, പ്രിയപ്പെട്ട ഭാര്യ മക്കൾ, കുടുംബങ്ങൾ, ഉസ്താദുമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ ഞങ്ങളെല്ലാവരുടെയും ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. തഖ്വനേറ്റി തരണേ അല്ലാഹ്. ഇഖ്ലാസിനേറ്റി തരണേ അല്ലാഹ്. തരണേ അല്ലാഹ്. നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളെ പട്ടികയിൽ പാവപ്പെട്ട അടിയങ്ങളായ ഞങ്ങളെയും നിന്റെ മഹളായ ഫضل കൊണ്ട് നീ പെടുത്തണേ അല്ലാഹ്. കേൾക്കുന്ന മുസ്ലിമേ, അതിനാകണം എന്റെ ജീവിതം നിങ്ങളെ ജീവിതം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹ് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. നന്നാകണം എന്നുദ്ദേശിച്ചിട്ടല്ല ഞാനിവിടെ വേദന വന്നത്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് ഞങ്ങൾ നന്നാകാൻ കാരണമാകുന്ന, പറയുന്ന എനിക്ക് മാറ്റമുണ്ടാകാൻ കാരണമാകുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈ മജ്ലിസിനെയും സർവ്വ മജ്ലിസുകളെയും നിന്റെ മഹ്ലായ ഫضل കൊണ്ട് നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. വേദന വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, എല്ലാ വിശ്വാസങ്ങളുടെയും അപ്പുറത്ത് ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ് എല്ലാ മനുഷ്യർക്കും കണക്കാക്കി വെച്ചിരിക്കുന്ന, സർവോപരി സർവ്വ സൃഷ്ടികൾക്കും കണക്കാക്കി വെച്ചിരിക്കുന്ന ഒരു ദിനമുണ്ട്. ആ ദിനം മനുഷ്യന്റെ മരണത്തിന്റെ ദിവസമാണ്. അതെപ്പോഴാണെന്നും എങ്ങനെയാണെന്നും എവിടെയാണെന്നും ഏത് രൂപത്തിലാണെന്നും അറിയാത്ത മനുഷ്യരാണ് നമ്മൾ. ആ മരണത്തിനു വേണ്ടി ജീവിതത്തെ തിട്ടപ്പെടുത്തി, ജീവിതത്തെ നന്നാക്കി ആ മരണത്തിനു വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന മൂമിൻ, അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്. അല്ലാഹു അത്തരം നല്ല മൂമിനീങ്ങളിൽ നമ്മളെല്ലാരെയും അവന്റെ മഹ്ലായ ഫضل കൊണ്ട് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ദുആകളിലൊക്കെയും ഈ മുതഅല്ലിമിന് ഒരു ഇടമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ അതിന്റെ സദസ്സിൽ വന്ന സർവ്വ മൂമിനീങ്ങൾക്കും എല്ലാ സദസ്സിലും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹ് ഞങ്ങളെല്ലാരെയും വിജയം കൈവരിച്ച മഹാന്മാരുടെ പട്ടികയിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ വേദിന്റെ സദസ്സിൽ വന്ന സർവ്വ മൂമിനീങ്ങൾക്കും ഞങ്ങൾക്കും നീ സ്വർഗം പകരം നൽകണം റഹ്മാനെ. നമ്മൾക്ക് വേണ്ടി എല്ലാവരും കൊതിക്കുകയും ആഗ്രഹിക്കുകയും നമ്മളെ ഒന്നോർക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ പോലും ഒരു ദിവസത്തേക്ക് പോലും ഖബറിൽ നിന്ന് എഴുന്നേറ്റൊന്ന് വന്ന് നോക്കിപ്പോകാൻ അവസരം കിട്ടാത്ത ദിവസം, ആ ദിവസമാണ് മരണത്തിന്റെ ശേഷമുള്ള ദിവസം എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒന്ന് പോയി പങ്കെടുത്തെന്ന് പോരണമെന്ന് ആഗ്രഹിച്ചാൽ ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിലല്ല, പണമില്ലാത്തതിന്റെ പേരിലല്ല, മറ്റെന്തെങ്കിലും ദുന്യവിയായ പവർ ഇല്ലാത്തതിന്റെ പേരിലല്ല, ഖബറിലാണെന്നതിന്റെ പേരിൽ നമ്മളെ മേലെ ചവിട്ടി ഖബറിന്റെ മേലെ നിൽക്കുന്ന നമ്മളെ മക്കൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സന്തോഷിക്കുമ്പോൾ അവരെ കൂടെ ഒരു നിമിഷം ചെലവഴിക്കാൻ ഒരു സെക്കൻഡെങ്കിലും അവസരം കിട്ടണം എന്ന് നമ്മളും നമ്മളെ സ്നേഹിക്കുന്നവർ ഖബറിന്റെ മേലെ വെച്ച് നമ്മളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് പോലും നമ്മളെ കിട്ടാത്ത നിമിഷത്തിന്റെ തടസ്സത്തിന്റെ പേരാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തിനാണ് വിശ്വാസികളെ നാം ഒരുങ്ങേണ്ടത് എന്ന് പാവപ്പെട്ട മുതഅല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹ് അതിന് നന്നാകാൻ അവസരം കിട്ടി മരണത്തിന് വേണ്ടി ഒരുങ്ങിയ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ട്രെയിന് പെട്ടെന്നായി പോകേണ്ടതുകൊണ്ട് ഇവിടെ മുസാഫത്തൊന്നും ചെയ്യാതെ പോവുകയാണ്. ആ സംഭാവന ഉള്ളവരെല്ലാവരും ഈ
ബക്കറ്റിലിട്ട് പോയി സഹകരിക്കുക. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ഉടനെ ഇവിടെ ഖുതുബിയത്തിന്റെ മജ്ലിസ് ഉണ്ടാകും. ഇശാ നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞ ഉടനെയായിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ കില്ലൂർ തങ്ങളുടെ നേതൃത്വത്തിൽ പള്ളി ഉദ്ഘാടനം നടക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ സമാപന മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും നേരത്തെ വന്ന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാം നമുക്ക് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. ഇവിടെ ഒരു നടുവേദനയുള്ള ഒരാള് 100 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ 100 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. പലരും പല ഉദ്ദേശങ്ങൾ വെച്ച് ഇവിടെ ഉപ്പാന്റെ പേരിൽ ദുആറക്കാൻ 200. അല്ലാഹു തആല ആരെല്ലാം സംഭാവന ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബുകൾ അല്ലാഹു തആല എത്തിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരു നെയ്യ് ഇവിടെ നേർച്ചയായി വന്നിട്ടുണ്ട്. ലേലം വിളിക്കുന്നു. പറയുക 150 രൂപ. ബെഞ്ചല്ലേ ആവശ്യമുള്ളൂ. 200 500 250. नामे मुहम्मद पूछेगा माला लाया है क्या क्या मैं कहूँगा. नामे मुहम्मद सल्लल्लाहु अलैहि वसल्लम 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 सल्लल्लाहु अलैहि वसल्लम. आंखों का तारा नामे मुहम्मद दिल का उजाला नामे मुहम्मद. आंखों का तारा नामे मुहम्मद दिल का उजाला नामे मुहम्मद. अल्लाहु अकबर रब्बुल आलमीन अर्शे पे लिखा नामे मुहम्मद. अल्लाहु अकबर रब्बुल आलमीन अर्शे पे लिखा नामे मुहम्मद. दौलत जो चाहो सोना जहां की कर लो वजीफा नामे मुहम्मद. दौलत जो चाहो सोना जहां की कर लो वजीफा नामे मुहम्मद. नामे मुहम्मद सल्लल्लाहु अलैहि वसल्लम 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 सल्लल्लाहु अलैहि वसल्लम. आंखों का तारा नामे मुहम्मद दिल का उजाला नामे मुहम्मद. आंखों का तारा नामे मुहम्मद दिल का उजाला नामे मुहम्मद. छेड़ा ना क्यों हो इस पर मुसलमान सबको है प्यारा नामे मुहम्मद. छेड़ा ना क्यों हो इस पर मुसलमान सबको है प्यारा नामे मुहम्मद. सल्ली अला का सगरा सजा कर दुल्हा बनाया नामे मुहम्मद. सल्ली अला का सगरा सजा कर दुल्हा बनाया नामे मुहम्मद. नामे मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം आंखों का तारा नामे मोहम्मद दिल का उजाला नामे मोहम्मद आंखों का तारा नामे मोहम्मद दिल का उजाला नामे मोहम्मद आखिरी बात में क्या रो ताकि दुनिया देखो अब तो बस है यही दुन है ये मदीना देखो आखिरी बात में क्या रो जाके दुनिया देखो मौला अब तो बस है यही दुन है ये मदीना देखो പിറന്നു മണ്ണിൽ ഉടനെ അറിഞ്ഞു സ്നേഹനായകരെ അലഞ്ഞു തേടി ഞാൻ പ്രിയരെ തിരഞ്ഞു പൂമദീനയും പിറന്നു മണ്ണിൽ ഉടനെ അറിഞ്ഞു സ്നേഹനായകരെ അലഞ്ഞു തേടി ഞാൻ പ്രിയരെ തിരഞ്ഞു പൂമദീനയുമേ എൻ കണ്ടടവും ഇടറും കരളും ഇതമെന്തറിയാത്തൊരു ശൂന്യതയും